എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെയോർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻ്റൽ വിഭാഗം പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെയ് 12-ാം തീയതി വരെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. റീവാലുവേഷനായിട്ട് 500 രൂപയും സ്ക്രൂട്ടിനിക്കായിട്ട് 100 രൂപയും ഫോട്ടോ കോപ്പിക്ക് 300 രൂപയുമാണ് ഫീസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകേണ്ടത് എങ്ങനെയാണ്, അപേക്ഷാ ഫോം എവിടെ നിന്നാണ് കിട്ടുക, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അപേക്ഷാ ഫോമിൻ്റെ കൂടെ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് അറിയാൻ സാധിക്കും. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റീവാലുവേഷൻ ആയിട്ടുള്ള ഈ ഒരു ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ ഈ ഒരു 3 ഫോമുകളും കൊടുത്തിട്ടുണ്ട്. അതായത് റീവാലുവേഷൻ്റേത് കൊടുത്തിട്ടുണ്ട്, സ്ക്രൂട്ടിനിയുടെ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ കോപ്പിയുടേത് 3 കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പേജാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു പ്രിൻ്റ് എടുത്താൽ മതി. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ലിങ്കുകൾ കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങൾ ആ ഒരു റീവാലുവേഷൻ്റേത് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്ക്രൂട്ടിനിയുടെ ഫോം വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക. ഫോട്ടോ കോപ്പിയുടെ ഇത് വേണമെങ്കിൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോം സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫോം നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ഈ ഒരു ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയാകും. അപ്പോൾ ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നതിന് മുമ്പായിട്ട് ഇതിനോടൊപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ സ്കൂളുകളിൽ നൽകേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനോടൊപ്പം നിങ്ങൾ അപേക്ഷ, അതായത് ഈ ഒരു ഫീസ് എത്ര സബ്ജക്റ്റ് നിങ്ങൾ എഴുതുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഫീസ്, അതായത് റീവാലുവേഷൻ ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ്, ഫോട്ടോ കോപ്പി ആണെങ്കിൽ 300 രൂപയാണ് ഒരു സബ്ജക്റ്റിന് വരിക, സ്ക്രൂട്ടിനിക്കാണെങ്കിൽ 100 രൂപയാണ് വരിക. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്തിനു വേണമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങൾക്ക് സ്ക്രൂട്ടിനിക്കും ഫോട്ടോ കോപ്പിയും വേണമെങ്കിൽ അപേക്ഷിക്കാം, റീവാലുവേഷനും അതുപോലെ സ്ക്രൂട്ടിനിക്കും വേണമെങ്കിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി ആണെങ്കിൽ അങ്ങനെ അപേക്ഷിക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ അപേക്ഷിക്കണം, ഏതിനൊക്കെ ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഏത് വിഷയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷനോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിയോ സ്ക്രൂട്ടിനിക്ക് വേണമെങ്കിലോ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷാ ഫോമിൻ്റെ കൂടെ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു +1ൻ്റെ സെയോർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടാണ്. അത് റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു അപേക്ഷാ ഫീസ്, അതുപോലെ തന്നെ ഈ ഒരു ഫോം ഫില്ല് ചെയ്തത്, അതുപോലെ തന്നെ നിങ്ങൾ എയ്ഡഡ് സ്കൂളുകളിലാണ് പഠിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി, അതായത് ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി കൊടുക്കാനായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് വല്ല റീഫണ്ടിന് അർഹതയുണ്ട് എങ്കിൽ ആ ഒരു റീഫണ്ട് നിങ്ങളുടെ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക. അപ്പോൾ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ആ ഒരു പാസ്ബുക്കിൻ്റെ കോപ്പിയാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇത്രയും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ചില സ്കൂളിൽ നിന്ന് മാത്രമേ, അതായത് എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് മാത്രമേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിൽ ഈ ഒരു റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് മാർക്ക് കൂടുകയാണെങ്കിൽ സ്കൂളുകളിൽ നിന്ന് നേരിട്ട് തന്നെയാണ് ഈ ഒരു റീഫണ്ട് തുക നിങ്ങൾക്ക് തരിക. എയ്ഡഡ് സ്കൂളുകളാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ റീഫണ്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ +2 സെയോർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷയുടെ നിങ്ങളുടെ, അതായത് ഇപ്പോൾ റിസൾട്ട് വന്നതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ ഒരു കോപ്പി, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ്. അതായത് ഒരു സബ്ജക്റ്റിന് ഈ റീവാലുവേഷന് 300 രൂപയാണ്. നിങ്ങൾ എത്ര വിഷയമാണോ എഴുതുന്നത് അതായത് എത്ര വിഷയമാണോ റീവാലുവേഷന് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഫീസ്. സ്ക്രൂട്ടിനി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് 100 രൂപയാണ് ഒരു സബ്ജക്റ്റിന്. നിങ്ങൾ എത്ര എണ്ണത്തിന് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഫീസ്. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ 300 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ എത്ര വിഷയം ഫോട്ടോ കോപ്പി കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഫീസ്, അതിനനുസരിച്ച് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയുടെ ആപ്ലിക്കേഷൻ ഫോമുമാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. ജസ്റ്റ് ഒരു ഫോമിന് 5 രൂപയാണ് വരിക. അതായത് പ്രിൻ്റ് ഔട്ടിൻ്റെ ചാർജ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക്, അതായത് ഇത് റീവാലുവേഷൻ്റെ ഫോമാണ്, ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, റീവാലുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സെക്കൻഡ് ഇയർ എന്നുള്ളതിൻ്റെ സെക്കൻഡ് എന്നുള്ളത് തടയുക. അതിനുശേഷം ഇവിടെ മാർച്ച്, അതുപോലെ ഇവിടെ 25, അതായത് 2025ൻ്റെ ആ ഒരു 25 ആഡ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എഴുതുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും സ്കൂളിൻ്റെ കോഡും എഴുതുക. അതായത് സ്കൂളിൻ്റെ കോഡ് എന്ന് പറയുമ്പോൾ സ്കൂൾ കോഡ് നിങ്ങൾക്ക് DHSC വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സ്കൂളിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അടുത്തതായിട്ട് റവന്യൂ ഡിസ്ട്രിക്റ്റ്, അതായത് നിങ്ങളുടെ ആ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്ന റവന്യൂ ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്നുള്ളത്, അതായത് ജില്ല ഏതാണ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ഏതൊക്കെയാണ് റീവാലുവേഷൻ കൊടുക്കുന്നത് എന്നാണ്. സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1, 2, 3, 4, 5 എന്നുള്ള അതാണ് സീരിയൽ നമ്പർ. അത് നിങ്ങൾ എത്ര വിഷയമാണ് എഴുതുന്നത് അതിനനുസരിച്ച് നമ്പർ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതുപോലെ പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അതുപോലെ പാർട്ട് 3 എന്ന് പറയുന്നത് ബാക്കി സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷാണ് ഈ റീവാലുവേഷന് കൊടുക്കുന്നതെങ്കിൽ പാർട്ട് 1 എന്ന് എഴുതുക. അതുപോലെ ഇംഗ്ലീഷ് എന്ന് എഴുതുക. അതുപോലെ സ്കോർ, അതിന് എത്ര TE മാർക്കാണ് കിട്ടിയത് ആ ഒരു മാർക്ക് ഇവിടെ എഴുതുക. അതിനുശേഷം ഇവിടെ സെക്കൻഡ് ലാംഗ്വേജും റീവാലുവേഷന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിപ്പോൾ എഴുതിയ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ അതുപോലെ തന്നെ സേ പരീക്ഷയിൽ ഏതൊക്കെയാണ് എഴുതിയത് അതിൽ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട് എങ്കിൽ ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് എന്ന് വരുന്നത് പാർട്ട് 2-ലാണ്. അവിടെ അതിനുശേഷം ഏതാണ് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് അതിന് ലഭിച്ച TE മാർക്ക് എത്രയാണെന്ന് എഴുതുക. അതുപോലെ തന്നെ പിന്നീട് ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ ഈ ഒരു പാർട്ട് 3-ലാണ് വരിക. ബാക്കിയുള്ള സബ്ജക്റ്റ് എഴുതുന്ന സമയത്തൊക്കെ പാർട്ട് എന്നുള്ളത് 3 എന്നാണ് എഴുതേണ്ടത്. അതിനുശേഷം ആ ഒരു സബ്ജക്റ്റിൻ്റെ പേര് അതിന് ലഭിച്ച TE മാർക്ക് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. അതിനുശേഷം ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വെദർ കോപ്പി ഓഫ് ദ മാർക്ക് ലിസ്റ്റ് എൻക്ലോസ്ഡ്, അതായത് നിങ്ങളുടെ ഈ ഒരു മാർക്ക് ലിസ്റ്റ് ഇതിനോടൊപ്പം നൽകുന്നുണ്ടോ, അതിൻ്റെ ഫോട്ടോ കോപ്പി നൽകുന്നുണ്ടോ എന്നാണ്. അതായത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ കോപ്പി നൽകുന്നുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ക്രൂട്ടിനിക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടോ, അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിക്കുന്നുണ്ടോ എന്നാണ്. അതിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ സ്ക്രൂട്ടിനിക്ക് കൂടി അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അപേക്ഷിക്കുന്നില്ല എങ്കിൽ നോ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ അഡ്രസ്സ് ഓഫ് കാൻഡിഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ ഒരു അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് കൂടി കൃത്യമായിട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ പേര് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ വീട്ട് അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ പിൻകോഡ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ പ്ലേസ്, ഡേറ്റ് എന്നിവ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. ഇത്രയുമാണ് വേണ്ടത്. ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ട്രഷറിയുടെ ആ ഒരു അക്കൗണ്ട്, അതായത് ആ ഒരു ഫീസ് അടച്ച കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്തുകൊള്ളും. ഇനി അടുത്തതായിട്ടുള്ളത് സ്ക്രൂട്ടിനിയാണ്, അതായത് സൂക്ഷ്മ പരിശോധനയാണ്. ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഫില്ല് ചെയ്യാനുള്ളൂ. പ്രത്യേകിച്ച് ഇതിൽ വ്യത്യാസം ഉള്ളത് ഇവിടെ മാത്രമാണ്. അതായത് നിങ്ങൾ ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട്, അതായത് റീവാലുവേഷൻ അപേക്ഷിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും അതുപോലെ തന്നെ ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലേതാണ് അതിനനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ സെയിം തന്നെയാണ്. അഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേരും അഡ്രസ്സും കൃത്യമായിട്ട് കൊടുക്കുക. സിഗ്നേച്ചർ ഇടാനും ശ്രദ്ധിക്കുക. സ്ക്രൂട്ടിനിക്ക് ഒരു വിഷയത്തിന് 100 രൂപയാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഫോട്ടോ കോപ്പിയുടേതാണ്. ഫോട്ടോ കോപ്പി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യ ഭാഗങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അതായത് ആദ്യം നിങ്ങളുടെ ഇവിടെ സെക്കൻഡ് എന്നുള്ളത് തടയുക. അതിനുശേഷം അതായത് ഇവിടെ സെക്കൻഡ് എന്നുള്ളത് തടയുക. അതുപോലെ തന്നെ ഇവിടെ മാർച്ച് 2025 എന്നുള്ളതിൻ്റെ 25 കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഇത് സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് എഴുതുക. ഇവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡും പേരും കൃത്യമായിട്ട് എഴുതുക. അതായത് ഏത് സ്കൂളിലാണോ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൻ്റെ സെൻറ്റർ കോഡും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരും കൃത്യമായിട്ട് എഴുതുക. അറിയില്ലെങ്കിൽ സ്കൂളിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇവിടെ റവന്യൂ ഡിസ്ട്രിക്ട്, നിങ്ങളുടെ ജില്ല, സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണോ അത് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോ കോപ്പി, നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കുന്നത് അതിനനുസരിച്ച് സീരിയൽ നമ്പർ 1, 2, 3 എന്നുള്ളതാണ് സീരിയൽ നമ്പർ വരുന്നത്. നിങ്ങൾ എത്ര വിഷയം ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കുന്നോ അതിനനുസരിച്ച് സീരിയൽ നമ്പർ എഴുതിയാൽ മതി. അതിനുശേഷം പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, പാർട്ട് 1 ഇംഗ്ലീഷാണ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പാർട്ട് 3 ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ പാർട്ട് 3 ആണ് വരിക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളിപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണ് എഴുതുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ പാർട്ട് 1, അതുപോലെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സ്കോർ അതിനെത്ര കിട്ടി, TE മാർക്ക് എത്ര കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ എത്ര സബ്ജക്റ്റ് ഫോട്ടോ കോപ്പിക്ക് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതിയാകും. അതിന് അടുത്തതായിട്ടുള്ളത് ഇവിടെ വ്യത്യാസമായിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാനായിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് എന്താണെന്നുള്ള ആദ്യം എഴുതുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ വീട്ടഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. നിങ്ങളുടെ പിൻകോഡ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക, അതുപോലെ പ്ലേസ്, ഡേറ്റ് എന്നിവ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിന് 300 രൂപയാണ് ഫോട്ടോ കോപ്പിക്ക് ഒരു വിഷയത്തിന് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്കോ അല്ലെങ്കിൽ ഈ ഒരു റീവാലുവേഷനോ അല്ലെങ്കിൽ സ്ക്രൂട്ടിനിക്കോ നിങ്ങൾക്ക് ഏതിന് വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങളുടെ താല്പര്യമാണ്. അതിനനുസരിച്ച് സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി, റീവാലുവേഷൻ എന്നിവയ്ക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോമുകളാണ്. ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു PDF ഡൗൺലോഡായിട്ട് ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.